അങ്ങനെ ഞങ്ങൾ ഇന്നലെ പാമ്പിനെ ഓടിച്ചു വിട്ടതിന് ശേഷം ഇന്ന് ഞങ്ങൾ പൂർവാധിക ശക്തിയോടുകൂടി പോവുകയാണ്. ഞാനുണ്ട്, കിടുവുണ്ട്, കുഞ്ഞാവയുണ്ട്. പക്ഷെ കുഞ്ഞാവ് വന്നിട്ട് ഇപ്പോൾ പോകും. നമുക്കിന്ന് കുറേ കൊറിയർ അയക്കാനുണ്ട്. ശാലി ചേച്ചി, മണിയണ്ണൻ, അച്ചാച്ചി എല്ലാവരും ഉണ്ട്. അവരൊക്കെ വൃത്തിയാക്കും, ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കും. അല്ലേ കിടു? അതിൻ്റെ മക്കളെ ആ ചിന്നുവിന് മനസ്സിലായി നമ്മൾ അടുത്താ പോകുന്നത്. അതിന് ചിന്നു ചാടിയിട്ടുണ്ട്. ചിന്നുമണി, ഓ ചിന്നു മിസൈൽ പോലെ പോയേട്ടോ. കുതിര പറക്കുവോ? അങ്ങനെ കിടുവിനെ സേഫായിട്ട് നമ്മൾ എത്തിക്കുന്ന സീനാണ് കാണുന്നത്. തെറ്റല്ലി പോവല്ലേ? വഴി വൃത്തിയാവണം, കാരണം നമ്മൾ പെരത്തറ എടുത്തതല്ലേ, അതുവരെ വഴി ഇങ്ങനെയുള്ളൂ. ദേ ഞങ്ങളുടെ ചമ്മന്തിക്കുഴി, കുഴിയൊക്കെ കലങ്ങി കിടക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട്? ഇന്ന് മിസൈല് പോലെയാ വന്നത്. ഇന്ന് വെയില, കാട് കളയാൻ നല്ല സ്ഥലം. എൻ്റെ കൂടെ വന്ന് ഞാൻ കയറ്റി തുറന്നോട്ട് പോവുകയാണ്. കുട്ടി കൊറിയർ അയച്ചിട്ട് വരും, പെട്ടെന്ന് വരണം. മണിയണ്ണൻ ഇവിടെ അഴിച്ചു പണിയുന്നുണ്ട്. ഈ കാട് പോവോ മെഷീൻ വെച്ച് അടിച്ചാ? ഹലോ ഗുഡു, എവിടെ നമ്മളിന്നലെ പാമ്പിനെ കണ്ടേ? അവിടെ ഒരു തുണി ഇരിക്കുമായിരുന്നല്ലോ, ആ തുണി എടുത്തങ്ങ് പൊക്കി ഞാൻ. പാമ്പിനെയും തുണിയും കൂടെ. ആ തുണിയും പാമ്പും കൂടി ഇങ്ങ് എടുത്തിയാൽ. അപ്പോൾ അതുകൊണ്ടോ ഗുഡു? അതിപ്പത്തി കത്തിക്കാം. ഞങ്ങൾ കറി വെക്കാൻ പോവാണ്. ചേച്ചി ഇത് മസാലക്കകത്തോട്ടോ കേട്ടോ, ഞാൻ മല്ലിപ്പൊടി ഇട്ട് ഇച്ചിരി ഗരം മസാല ഇരുന്നു അതിലോട്ട്. ഇറച്ചി എല്ലാം ഉണ്ട്. ആ അത്യാവശ്യം എന്തെടുക്കോ ഇവിടു? നിനക്കറിയത്തില്ല, നീ സൂക്ഷിച്ച് വയ്ക്കുക എന്തെടുക്കുവന്ന്. എന്തുവാ സാധനം? ചോക്ലേറ്റ് അല്ലേ? ചോക്ലേറ്റ് നോക്കുക. ചോക്ലേറ്റ് അല്ലേ അത്? ആണോ? നമ്മളിന്ന് എന്തോ ഉണ്ടാക്കുന്നത്? കപ്പ എല്ല് കറി. ആ ഇരുന്നും കിടന്നും ഒക്കെ ഞങ്ങൾ അരിയും. ഇതിന്റെ മണ്ടയ്ക്ക് പുല്ലായിരിക്കണം. അവരോട് വരാൻ പറ. താഴെ വരത്തില്ല, പിന്നെ മണി ഇനി കൊണ്ടുവരും. അപ്പം നല്ല അവരുടെ കുഞ്ഞുങ്ങൾ തന്നെ അവിടെ ഒറ്റപ്പെട്ടിരിക്കുന്നല്ലോ. ഈ വിളി കാര്യം മഴ കുഞ്ഞുങ്ങളെ കൊണ്ട് കരയൊക്കെ നടക്കാൻ പറ. നല്ലൊരു കാര്യം ചേച്ചി, കുഞ്ഞാവ് ഇപ്പം അയച്ചാൽ പോകുന്നുണ്ട് സാധനം. വരുമ്പോൾ കൂട്ടിക്കൊണ്ട് അത്രയും സമയം അവനെ കള്ളയൊന്നും കാണാതിരിക്കുന്നെങ്കിൽ അവരുടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കള്ള കിടത്തില്ല. അതാണ് അവൻ്റെ പ്രശ്നം. അവൻ എപ്പോഴും പാലുകൂടിയാ. പനിയായിപ്പോയില്ലേ? ഈ തോട്ടിലെ വെള്ളം കുടിക്കണ്ട കൊച്ചാ. ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ചുണ്ടി കണ്ടതിനോട് കുഴപ്പം. യാത്ര പോകുമ്പോൾ കുണ്ടി കഴിക്കുന്നതിനും കുളിപ്പിക്കുന്നതിനും കുഞ്ഞാവാൻ കുളിപ്പിക്കുന്നതിനും ഒരു കുഴപ്പമില്ല. ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ അത് നേഴ്സന്മാരുടെ മുന്നിൽ വെച്ചല്ലേ കണ്ടേ? ആയിട്ടില്ല. അത് ഞാൻ കണ്ടാ ഇപ്പോഴൊന്നും കണ്ട മോളെ. പട്ടക്കാപ്പി എന്നിട്ട് പിന്നെ നമുക്ക് വഴറ്റുമ്പോഴേ ഈ വെള്ളം പറ്റി വെന്ത് കഴിഞ്ഞൊക്കെ വഴറ്റുമ്പോൾ ചേർത്താൽ മതി. ഭാഗം കരിയേപ്പലയും കൊണ്ടും കറുവപ്പട്ടയും എല്ലാം കൂടെ മിക്സ്. ചൂണ്ട കയറിയോടാവല്ലോ, വലിച്ചിട് കരയിലോട്ട്. ഒന്നും ഇട്ടേ ചൂണ്ട. ഇവിടെ വെള്ളം മീനെ കിട്ടിട്ട് വറക്കാം. തോർത്ത് വേണ്ട, ചൂണ്ട ഇട്ട് പിടിച്ചാൽ മതി. പക്ഷെ മഴയും കൂടെ ഉണ്ട്, രസമായിരുന്നു.
തീറ്റയോ? തീറ്റ കറി വെച്ച് കൊടുക്കാം, കപ്പയും കറി കൊടുക്കാം മീനിന്. ആ അതെ, ഫുൾ സെറ്റപ്പായി. എന്താ പൈപ്പ് ലൈൻ, ഇവിടെ പൈപ്പ് ലൈൻ പഞ്ചായത്ത് കണക്ഷൻ. ആ ഇറച്ചിയൊക്കെ എടുത്ത് വാരിക്കോ, ഒരു കമ്മിന് കൊണ്ടു. അത് കുഴപ്പമില്ല, അത് കുഴപ്പത്തില്ല. വെള്ളം കുടിക്കട്ടെ, ഭയങ്കര വെള്ളച്ചാട്ടത്തിന് വെള്ളം കുടിക്കും. നടക്കാനൊന്നും വയ്യവന്. എടാ അവിടെ പുല്ല് തിന്നുന്നു, വെള്ളമൊക്കെ തിന്നുന്നു. എടാ വാടാ, വെള്ളച്ചാട്ടത്തിലൊന്ന് കുളിക്കടാ. ഞാനാണെ കണ്ടന്റ് ഇല്ലാണ്ട് വിഷമിച്ചിരിക്കുക, എൻ്റെ കൊച്ചിനറിയാം. മയിലിനെ പിടിച്ചോ? അവൻ കണ്ടവൻ? അവൻ കണ്ടോ മയിലിനെ? ഹലോ ഹലോ, ബാ ലൂക്ക, ബാ നമുക്ക് വെള്ളച്ചാട്ടത്തിൽ പോവാം. മോനെ വെള്ളം വെള്ളം. ഹായ് ഹായ്. എടാ എന്തേലും എടുത്ത് ഇട്ട് കൊടുക്കടാ, ഒരു ചെടിച്ചട്ടിയുടെ പാത്രം ഇട്ട് കൊടുക്കടാ അവന്. ആ ആ കാപ്പി വരുമോ? അതെനിക്കറിയത്തില്ല, ഉത്തരവാദിത്തമുള്ളവർ കൊണ്ടുപോകും. ആഹാ നമ്മളെ കാപ്പി. പുള്ളിക്ക് ഇവിടുന്ന് പോകാൻ വലിയ പ്ലാനൊന്നുമില്ല. ഈ വള്ളിയിലാവും വരുമോ? അത് തന്നെ, എനിക്കെൻ്റെ അമ്മയെ കാണാനൊക്കത്തില്ലേ. അത്രേ ഉള്ളു കാര്യം. നോക്കിയേ മോൻ പിന്നെ വരുമ്പോ എല്ലാവരുടെയും കൂടെ പോരും കേട്ടോ. കുഞ്ഞാ നീ വരും, പിന്നെ അവനെ കൂടെ കൊണ്ടുവരും കേട്ടോ. ഇനി അങ്ങ് വന്നോളുമായിരിക്കോടാ വള്ളിയില്ലേലും. കരിയാപ്പില എടുത്തില്ല. അച്ചാച്ചിക്ക് ചോദിക്കത്തില്ലായിരുന്നു എന്തൊക്കെ എടുത്തു. ചേച്ചി കാപ്പി തരട്ടെ? തുളസിയല്ല, ചുമയാ, ഒരു തുളസിയിലയും കൂടെ ഇട്ടേക്കാം. മഴയത്ത് ഇരിക്കുന്ന കീടങ്ങളൊന്നും കാണത്തില്ലായിരിക്കും. ആ ചേച്ചി കാപ്പി 2 തുളസിയില ഇട്ടപ്പോഴേ തൊണ്ടയിൽ ഇങ്ങനെ ഒരു സുഖം. ആ അവിടെ തന്നെ കാണും, കുടുംബക്കാരും ഒക്കെ ആയിട്ട്. അവിടെ പണി നടക്കുന്നു, ഇവിടെ ഭക്ഷണം വെക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ജോലി നോക്കുന്നുണ്ട്. ഞങ്ങളിവിടെ വെറുതെ ഇരിക്കുക. പനി. ആ ഈ ഗ്ലാസ് കഴുകി എടുത്തു. ആ ഗ്ലാസ് കിട്ടിയല്ലോ, കഴുകിയ ഗ്ലാസ്. അവിടെ കാപ്പി ഒഴിക്കാൻ അറിയാവോന്ന് ഒഴിക്ക്. അമ്മോ എന്തൊരു മിടുക്കനാ ഇത്. മറ്റേ ഗ്ലാസ് അപ്പയ്ക്കോട് ഒഴിച്ചാ?
ആ മതി 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 മതി. താങ്ക് യു. ഇനി തണുപ്പിക്കാവുന്നില്ല, ഇരുന്ന് തണുത്ത്. ഇത്ര വലിയ ചക്കനാ തണുപ്പിച്ച് കുടിക്കണം. ആ ഗ്ലാസ് ഇങ്ങോട്ട് നീക്കി വെച്ച്. ആ ഇച്ചിരി കൂടെ നീക്കി വെച്ച അപ്പയുടെ കാപ്പി ഞാടാ. ആ ചൂടൊന്നുമില്ല, തണുത്തു. ഗ്ലാസിന്റെ ചൂടാ. ഏതാ ചേച്ചി? നമ്മള് കണ്ടിട്ടുണ്ടോ? അതെങ്ങ 5-6 വർഷം മുന്നേ കിട്ടിയതാ. അമ്മു അമ്മു ലാലെന്നും പറഞ്ഞ് വീട്ടിൽ 5 വർഷം മുന്നേ കിട്ടിയ സാധനം. സത്യമായ 5 വർഷത്തിന് മുന്നേ ഇങ്ങൊരു സാധനം ഇല്ല. 5 വർഷമല്ല, ഇനി എത്ര? 10 ദിവസം കൂടെ ബാക്കി കിടക്കുന്നു, 11 ദിവസം കൂടെ. ആ ഈ മാസം കിടുവിന്റെ ഹാപ്പി ബർത്ത്ഡേയാ. കാപ്പി മട്ട കുടിക്കാന്നേ. മട്ട അത് അന്നേരം തല്ലിക്കൊള്ളണം തോന്നും ദീപുവിന്. പക്ഷേ നാട്ടുകാരൊക്കെ നമ്മളെ പുരയിടത്തിലെ ദീനയൊക്കെ ചോദിക്കുന്നത് എങ്ങനെ അറിയാം? അന്ന് എന്തോ മുജ്ജന്മ സുഹൃതം ചെയ്തോ ഇതുപോലെ മോനെ കിട്ടാറുണ്ട്. അതാ മുജ്ജന്മ സുഹൃത്താര അണ്ണാണി. ഇങ്ങനെ എന്ത് പുണ്യം ചെയ്തിട്ടാണ്. അല്ലല്ലോ നാട്ടുകാർക്കൊക്കെ അണ്ണാണിയെ പറ്റി നല്ല മതിപ്പാ. എന്നെ പറ്റി നേരെ തിരിച്ചാ. നല്ല മീശ. ആ അവിടെ അങ്ങ് നശിപ്പിച്ച അവിടെ അങ്ങ്. അപ്പൊ അച്ചാച്ചി പോയിട്ട് അവന്റെ ഹോംവർക്ക് ബുക്ക് കുടിങ്ങെടുത്തോ. അവൻ ഇവിടെ നിന്ന് എഴുതാന്ന് പറഞ്ഞു. അവന്റെ ഏതെന്തോട്ടവും വൃന്ദാവനം മോന്റെ വൃന്ദാവനം ഇവിടെ കയറി നോക്കിയാൽ മാളും മഞ്ഞാടി എന്ത് ചെയ്യുന്നു? മോന്റെ ഏതെന്തോട്ടം മോന്റെ ആ ഗ്ലാസ് എടുത്തോട്ട് പോടാ, കഴുകടാ. അത് കഴുകിയിട്ട് വേണം അടുത്തത് കഴുകാൻ. ചെല്ലേ. എങ്ങോട്ടാ? ഇവിടെ കിടന്നു. പാമ്പിന് കൂട്ടില്ലല്ലോ. പിന്നെ പാമ്പ് പാമ്പിന് അതല്ലേ ഈ മിഷൻ എവിടെ പെട്രോളിന്റെ മണം ഉണ്ടല്ലോ. അതൊക്കെ നമ്മുടെ ഒരു അന്ധവിശ്വാസം. അതൊക്കെ പാമ്പ് ഇതൊന്നും മണം അറിയത്തില്ല. അത് ചൂടോടെ തട്ടിച്ചു. റെയിൽവേയുടെ ലൈൻ ഉണ്ടല്ലോ, അതേ കയറി കിടക്കും പാമ്പ്. കാരണം ഇച്ചിരി ചൂട് കിട്ടുന്നതാണ്. കഴുകി നോക്കട്ടെ. അകം കാണിച്ചേ, പാത്രത്തിനാ കാണിച്ചേ. ആയി തിളങ്ങുന്നു. കൊണ്ടുവച്ചോ, ഗ്ലാസ് എടുത്തോണ്ട് പോ. മോനെ നനഞ്ഞ അച്ഛ ഇന്ന് ആദ്യം എന്നെ വഴക്ക് പറയും കേട്ടോ. കിടക്കുന്നു തീയുടെ അടുത്ത് നിൽക്കും. കിടുവേ പാറയിൽ കൂടെ കയറുന്നു, ചാടുന്നു, വെട്ടുകത്തി അടുത്ത് കിടക്കുന്നു, പട്ടി അടുത്തുണ്ട്. ഇങ്ങനൊന്നും നിങ്ങൾ സംശയിക്കുകയും പേടിക്കുകയും വേണ്ട. കാര്യം അവൻ ജനിച്ചപ്പോൾ തൊട്ട് ഇതുമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന. നേരിട്ടിപ്പം ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ഒരു കുഞ്ഞിനെയോ അല്ല UK നിന്ന് വന്ന ഒരു കുഞ്ഞിനെയോ ബാംഗ്ലൂർ ഫ്ലാറ്റിൽ ജീവിച്ച ഒരു കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങളിങ്ങനെ പോകത്തില്ല. അവനാ പാറയെ തെറ്റുന്നത് അറിയാം, വെള്ളം പിടിക്കുന്ന അറിയാം. അത് വീഴും. അത് വീണാലും അവൻ തൂത്തോളും. കാര്യം വീണാലും ഞങ്ങളെ അവൻ അറിയിച്ചിട്ടില്ല. അറിയിച്ചാൽ പിന്നെ കൊണ്ടുവരത്തില്ലല്ലോ. അതുകൊണ്ട് അവനത് തൂത്തച്ച് മാറിയുന്നുള്ളൂ. എന്നാലും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അവനിങ്ങനെ തന്നെ വളരണം. ആണല്ലോ കാപ്പി കുടിച്ച ഗ്ലാസ് എല്ലാം കഴുകി വെച്ച് ആരും പറഞ്ഞില്ല. ചായപാത്രം കഴുകി വെച്ചേക്കുന്നത് ക്ലീനിങ്ങോ ആരെങ്കിലും പറഞ്ഞിട്ടാണ്. മൂന്നും കൂടെ ആരും പറഞ്ഞു കഴിക്കുന്നില്ല. ചിലപ്പോൾ ഈ വരുന്ന ഒരു കാര്യം വെച്ചേക്കും. എപ്പോഴും പറ്റും, എപ്പോഴും വീഴും. എപ്പോഴും വീഴുമെന്ന് പറയാൻ പറ്റും. അപ്പം വീഴാതെ വരേണ്ടത് അവൻ്റെ ജോലിയാണ്. അത് ഞങ്ങളറിയാം. മെടുക്കൻ അതൊക്കെ തീരുമാനം. പക്ഷേ വേർക്കും വേർക്കും കൊടുത്ത തീരുമാനം. ഞാൻ അവിടുത്തെ കാടൊക്കെ പോയി. ഡാം പൊട്ടിക്കുന്ന കണ്ടോണേ. ഡാം പൊട്ടിക്കുന്ന കണ്ടോണോ നീ ഇപ്പോ? എവിടെ നോക്കി അവിടെ നോക്കി കേട്ടോ. ഇതൊക്കെ ശാല്യമ്മയുടെ ചെറിയ നമ്പറുകൾ. കൊള്ളാമോ ഇവിടെ? കൊള്ളാമോ? ആ അങ്ങോട്ട് പോകുന്നില്ല. ഇല്ല 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 ഇല്ല. അതെ, നിനക്ക് പനിയില്ലായിരുന്നു, നീ ഇതെല്ലാം ചെയ്യേണ്ടവനാ. ഡാം 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 ഇതേ വെള്ളം വരുന്നുണ്ടോ? ഡാം തുറന്നു നോക്ക്. തൊണ്ടെന്നാ പറഞ്ഞു. എന്തിനാ തൊണ്ട? ചെരുപ്പ് കഴുകാന്,
എല്ലാം കാലും കൈയും വൃത്തിയാക്കാനും പെട്ടെന്ന് പുകയ്ക്കാനും എന്നാൽ ഈ വെള്ളം കൊണ്ടോ അപ്പോൾ അച്ചാച്ചി തേച്ച് വെച്ച് വൃത്തിയാക്കാം. അതൊക്കെ അവൻ തന്നെ ചെയ്യണം. ഇതൊക്കെ ഒന്നും വരികയാണെങ്കിൽ ഇത് വൃത്തിയാക്കണം. ഓസാണോ? വേണ്ട വേണ്ട. അപ്പൊ കണ്ട് ഈ എന്തൊരു പണി എന്റെ കുഞ്ഞെടുക്കുന്നത്. എന്താ വേണ്ടേന്ന് പറ. കറിവേപ്പില് അതായത് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. കുറച്ച് സാധനം കൂടെ എടുക്കാനുണ്ട്. അച്ചാച്ചി ഇവിടെ തകർത്തരകല്ല് കഴിയുന്നു. അവിടെ ഒരുത്തം വെള്ളം പിടിക്കുന്നു. മോനിങ്ങി പോരെ. അവിടെ വെച്ചോ. വീട്ടിലിരുന്ന് ഹോംവർക്ക് ചെയ്ത ഈ സുഖം വല്ലതും ഉണ്ടോ അല്ലേ കളയെ? അവരവിടെ എത്തി. ആത്തുവാണല്ലോ വരവേൽക്കുന്നത്. നമ്മുടെ വീട് കണ്ട ഒരുത്തൻ കയറിയിരിക്കുന്ന നോക്കി. എന്നാ പനി. എടാ ഇറങ്ങടാ, അച്ചാച്ചിക്ക് വയ്യടാ. ഇത്ര വൈറ്റുള്ള നീ അങ്ങനെ തോളത്ത് കയറിക്കുന്ന അച്ചാച്ചിക്ക് വയ്യ. ഇറക്കി വിടാ ചാച്ചി അവനെ. ചട്ടുകം പഠിപ്പിച്ചു പോയി ചാച്ചി. തലയിടിക്കിടോ നീ എന്നെ ഇറങ്ങിക്ക മോനെ. എന്നാ ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ ഇപ്പൊ ഹോംവർക്ക് ചെയ്യാം. ബാ ഊരി വിട ചാച്ചി അവനെ. അത്രേ ഉള്ളു കാര്യം. തൊഴിലുറപ്പിന് പോയ പോലെ എനിക്ക് ലഞ്ച് ബ്രേക്കാണ്. നിങ്ങൾ കാണുമ്പോൾ ഓർക്ക് ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ ആരും വീഡിയോ എടുക്കാനില്ലല്ലോ. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ഒന്നും ചെയ്യുന്നില്ലെന്ന്. മോനിങ്ങി അപ്പടെ കയ്യാ കിടക്കാം. അങ്ങനെ കറി ഒരു സൈഡിലാവുന്നു, ബീഫ് കറി. ഇടൂന് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പനി ആയതുകൊണ്ടെന്ന് അല്ലാത്ത വെള്ളത്തിൽ ഇറങ്ങലടാ. കുളിക്കാം. അവിടെ വെച്ചു. അപ്പം നമുക്ക് കുളി കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഞങ്ങളുടെ കുട്ടൻ കുളിച്ചു. നോക്കിയേ, ആയി സുന്ദരിയായി. ചൂട് വെള്ളത്തിൽ കുളിച്ചു. ഇടു തോണ്ടറ സുലുവമ്മ. നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ തീരാനുള്ള സാധനമേ ഉള്ളൂ കേട്ടോ. വില കൂടല. എല്ലാത്തിനും കൂടട്ടെ, അല്ലാണ്ട് ഇപ്പം എന്താ പറയാൻ. ഞങ്ങളുടെ അടുത്ത കാപ്പി ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷെ തീയില്ലെന്നേ. ഇതേ ഞങ്ങളുടെ ഒരു പരിചയമുള്ള ഒരാൾ വരുന്നുണ്ട്. കാട് താണ്ടി വരുന്നുണ്ട്. ഇറങ്ങിയോ? അച്ചാച്ചൻ അയ്യെ പിടി. അപ്പം ആരൊക്കെ ഹലോ, ഈ മഞ്ഞക്കുട്ടൻ ഇതൊരുക്കിയിട്ടുണ്ടല്ലോ കാര്യമായിട്ട്. ഫോൺ എവിടെ മോളെ? അതാണോ? ഞങ്ങൾ ഓർത്ത് നിന്നെ ഇനി കാണാണ്ടായിരുന്നു. കുഞ്ഞാ പോയ വഴിക്ക് പറഞ്ഞ് നീ അവിടെ ഇല്ലെന്ന്. പനിയുമ്മയാ, രണ്ടിനും പനിയാ. അമ്മ എവിടെ ആയിരുന്നു? മഞ്ഞ ഉടുപ്പ്, മഞ്ഞ പെനലകത്ത് വൃത്തിയാക്കിയിട്ടേക്കുന്ന. ഷിൻജാൻ ഇങ്ങോട്ട് നോക്കൂ. ഹലോ ഷിൻജാൻ. ഹലോ, ഹായ്. എല്ലാം ശരിയാ. വെള്ളച്ചാട്ടം കണ്ടോണ്ട് തലേ കൈ വെക്കുക നനയാതിരിക്കാൻ. മഴ തലേ കൈ വെച്ചോ?
ഓ എനിക്ക് ക്യാമറ എടുക്കാൻ ആള് വന്ന്. കിട്ടും, ക്യാമറ കിട്ടും, നിനക്ക് തടി കിട്ടുന്നേ. എന്തുവാ കിടും അത്? പെരുംജീരകമാടാ. പനി മാറും, പനിക്കുള്ള മരുന്ന് മാറും. എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന കാണുമ്പോൾ ഓടിപ്പോയി ഗ്ലാസ് വെള്ളം എടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കുന്നതിൻ്റെ വായ്പൂടെ ഒന്ന് വെള്ളം കപ്പോഴും ഓടിക്കാത്തായിരിക്കും. ഞാൻ കിട്ടുമോ കാപ്പിയാണ്. കാപ്പി, വെള്ളച്ചാട്ടം, മഴ വരാൻ പോകുന്ന കാലാവസ്ഥ. പെരുംജീരകത്തിന്റെ അരച്ചത് കഴുകാണ്ട് അതേലിരിക്കുന്ന ഒരു കുഞ്ഞ്. അമ്മയോ അച്ഛനോ നീയോ ആരെങ്കിലും ഒക്കെ കൂടി ഗ്ലാസ് കുറവാ. ഗ്ലാസ് തണുക്കാൻ പറ്റിയേക്കുവാടാ, തണുക്കട്ടെ. ഇത് ഇങ്ങോട്ടും അത് ആ കാപ്പി അവിടെ ഉണ്ടടാ പാത്രത്തിൽ. തണുക്കട്ടെ, നിന്റെ വാ പൊള്ളത്തില്ലേ? മണിയണ്ണം കാപ്പി എടുത്തരാ പറഞ്ഞു, അപ്പ അത് പോയെന്ന്. എടാ പാത്രത്തിലാണോ ഇരിക്കുന്നത്? അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഏത് 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 ഇപ്പോൾ അവനൊന്ന് ഓടാൻ സ്ഥലം കിട്ടിയേ. സോറി ചെറുതീ ഇങ്ങനെ ഇറക്കിയോടി. ഏഹേ ആരാടാ? എങ്ങോട്ടാ? എന്നാ പറ്റുന്ന പോലൊക്കെ അവനും തുള്ളുന്നുണ്ട്. നീ എന്തിനാ നാണിക്കുന്ന? ദേവു ചേച്ചി അല്ലയോ? അയ്യേ, ദേവുവിന്റെ മടിയിലിരിക്കും അവന് നാണം. ഉപ്പ് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ പറയുമ്പോ ഞാൻ ദേവുവിന്റെ ബീഫ് ഇഷ്ടമല്ല. അലർജി ഉണ്ടോ? എനിക്ക് ഇഷ്ടമല്ല, കഴിക്കില്ല. ഞാനും അങ്ങനെയാണ്. അടിപൊളി കറിയാട്ടോ, ചേച്ചിയുടെ കറിയാ. ഈ തേങ്ങാക്കൊത്തിങ്ങനെ ഉമ്മ പറഞ്ഞു അവിടെ പോണോ? ഇപ്പൊ നോക്കിക്കോണം, ഒരാൾ തലേ കൈ വെക്കുന്നേ. അത് മഴയെന്ന് പറഞ്ഞാൽ മതി. അത് മഴ, അത് മഴ മഴ. നല്ല നനയാതിരിക്കാൻ കൈ വെച്ചേക്കുന്നത്. അവിടെ ഒരാളങ്ങ് ആഘോഷിക്കുന്നുണ്ട്. പാവക്കിടുട്ട പനിയായതുകൊണ്ട് മാത്രം അടക്കി നിർത്തിയേക്കുക. മേളില്ലേ അവൻ എങ്ങനെ ഉരുണ്ട് കയറ് ഇതുപോലെ മറ്റേ മാക്രി കയറുന്നത്, വാലുമാക്രി ഇതുപോലെ വെള്ളത്തെ പറ്റി പിടിച്ച് കയറുന്നത്. എടാ നിരങ്ങടാ അത് ഇനി അവൻ കയറുകയല്ല, ഇപ്പൊ കയറും. എന്നെ വിടൂ, ഗിയറിട്ട് പോ. പുറകോട്ട് ഇറങ്ങുന്ന നോക്കിയേ.